നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് ഓൺ ടു വീൽസ്. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന പയ്യനെ കണ്ടു. പാവം കുറേ പേരോട് ലിഫ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നേരെ പോയാൽ മതി, കുറച്ച് ദൂരത്തിലൊരു കോളേജ് ഉണ്ട്, അവിടെ ഇറക്കിയാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ പോകുന്ന വഴിയാണല്ലോ, അപ്പോൾ കയറിക്കോ, ഞാൻ കൊണ്ടുവിടാമല്ലോ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇവിടെ നിന്ന് അത് കുറച്ച് എനിക്ക് തോന്നുന്നു 2-3 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ടെന്ന്, 2 കിലോമീറ്റേഴ്സ്. അപ്പോൾ വണ്ടിയിൽ പോകാൻ ദൂരം ഇല്ല, പക്ഷെ നടന്നു പോകാൻ ഭയങ്കര ദൂരമാണല്ലോ. അതുമല്ലാണ്ട് ഇപ്പോൾ ഇത്രയും കട്ട വെയിലും എങ്ങനെ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ബാംഗ്ലൂരിൽ ഇപ്പോഴത്തെ വെതറ് ഭയങ്കര വെയിലാണ്. നിങ്ങളൊക്കെ പുറത്തിറങ്ങുവാണെങ്കിൽ കൈയും കാലും ഫുൾ കവർ ചെയ്ത് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ടാൻ ആവും ഫുള്ള്. 2, പൊള്ളി പണ്ടാരടങ്ങും. ചിലപ്പോഴൊക്കെ ഞാൻ ഹാഫ് സ്ലീവ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കൈയൊക്കെ പൊള്ളി വേദനിക്കാൻ തുടങ്ങും. അതുപോലത്തെ വെയിലാണ്, ഭയങ്കര വെയിലാണ് ഇപ്പോൾ. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ്. ഞങ്ങളൊക്കെ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് ഓഫീസിൽ നിന്ന്. പക്ഷേ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പിന്നെ രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോൾ ഏത് സമയം ഇറങ്ങിയാലും ഇവിടെ ട്രാഫിക് കാണുമല്ലോ. ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ കന്നഡയാണോ സംസാരിക്കുന്നത് ഹിന്ദിയാണോ സംസാരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു കന്നഡയാണെന്ന്. പിന്നെ അങ്ങോട്ട് ഞാൻ ഫുൾ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ കന്നഡയിലായിരുന്നു. ഇവിടെ ഇത്രയും കൊല്ലം നിന്നുകൊണ്ട് അതൊന്നും പഠിച്ചെടുക്കാൻ പറ്റി. പുള്ളി അറിയില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടേ, പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറിയില്ല, എന്തോ ചിന്തിച്ച് സ്മൈൽ ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ റൈഡിങ് സ്കിൽസ് ജഡ്ജ് ചെയ്താണോ ചിരിച്ചെന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. പക്ഷേ ഫുൾ ഹാപ്പി വൈബായിരുന്നു. കണ്ടിട്ട് എനിക്ക് ഒരു മനസ്സിന് സന്തോഷമായി. ഇതാ കണ്ടോ, പിന്നെയും ചിരിക്കുന്നു. ഫുൾ വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ഹാപ്പി വൈബ് പോലെ. എന്താ പിന്നെയും ചിരിച്ചു. ഇടയ്ക്ക് ഏതോ ഫ്രണ്ടിനെ കണ്ടു ഇവിടെ, പക്ഷേ ചെറുക്കൻ അപ്പുറത്ത് നിൽക്കുമായിരുന്നല്ലോ, കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ ആ പുള്ളി ഇവനെ കണ്ടില്ല. ഞാൻ കൈ കാണിച്ചു. ഇതാ പിന്നെയും ചിരിച്ചു. അറിയില്ല എന്താന്ന്. ഞാൻ കുറേ ചിന്തിച്ചുകൊണ്ടിരുന്നു, ചിന്തിച്ച് എന്തോർത്ത്, അല്ലെങ്കിൽ എന്തായിരിക്കും മൈൻഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു, ഞാൻ സർവീസ് റോഡിലോട്ടാണ് പോകുന്നത്, നീ അങ്ങോട്ടാണെന്ന്. അപ്പോൾ പറഞ്ഞു അതെന്ന്, സെയിം വഴിയാണെന്ന്. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ടാണെന്ന്. ഞാൻ പറഞ്ഞു യെസ്. പിന്നെ ഞാൻ പുള്ളിയുടെ ഡെസ്റ്റിനേഷനിൽ സേഫായിട്ട് ഡ്രോപ്പ് ചെയ്തു. നിങ്ങളും ഇങ്ങനെ ആരെയൊക്കെ കാണുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്തേക്ക്, ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് ടാറ്റാ, റൈഡ് സേഫ്, സ്റ്റേ സേഫ്. ഈ കണ്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ് മതി.